നീ എന്താ കാണണമെന്ന് പറഞ്ഞത്? വീട്ടിലിരുന്നിട്ട് അവള് തലക്കൊളി തന്നെ ഇല്ലെന്നേ. ഭയങ്കര ഒച്ചപ്പാടും അവള്. എന്തു പറ്റി? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവളൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ നേപ്പാളിൽ പോകുമ്പോഴേ നമ്മുടെ കൂടെ അവളെയും കൊണ്ടുപോയി. അതിനിപ്പ എന്താ, അവളും വരട്ടെ, അവക്കൊരു ട്രിപ്പ് ആവല്ല. പരിഞ്ഞപ്പനോട് ഇത്തിരി കാശ് കൂടുതൽ ചോദിക്കണം, നമ്മള് പലിശ കൊടുക്കൂലേ? അതൊന്നും ശരിയാവില്ലടാ. ഞാൻ ഒരു കണക്കിന് അവളെ പറഞ്ഞ് സമാനിപ്പിച്ചിട്ടുണ്ട്. അതും ശരിയാ. ഞാൻ അവിടെ എങ്ങാനും പോയി കിടന്ന് പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ പൗരത്വം തെളിയിക്കാൻ പാടായിരിക്കൂലേ? അലക്സാണ്ടറിന്റെ കാശ് തരൂ. നീ ഇതേ ഇങ്ങാട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുക, എല്ലാം നടക്കും. ഞാൻ പുണ്യാളിനോടൊന്ന് സംസാരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാര്യം കാണും. ഞങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാലോ, അതൊന്നും നടത്തി തന്നെ. അതിപ്പോ എന്ത് അതിക്രമം കാണിച്ചിട്ടാണെങ്കിലും ഓക്കെ അല്ലേ? എന്താണ് അറിഞ്ഞേട്ടാ, കോഴിക്കടയിലോട്ടൊക്കെ ബീഫ് തീർന്നു പോയാ? എന്റെ മോൾ ആൻസിയെ പെണ്ണ് കാണാനായിട്ട് നാളെ ഒരു ടീം വരുന്നുണ്ട്. ചെറുക്കനങ്ങ് നോർത്ത് ഇന്ത്യയിലാണേ. ഇനി ബീഫ് കൊടുത്തിട്ട് ആ പേരിൽ കല്യാണം മുടങ്ങി പോകണ്ട, ചിക്കൻ ആയിക്കോട്ടെ. ഞാൻ എന്റെ വിരോധണ്ടാ? എന്താണ് ജാക്സ? കാശിന്റെ കാര്യം എന്തായിന്ന് അറിയാൻ മുതലാളി പറഞ്ഞോട്ടാ. ഓ, കാശ് കിട്ടുമ്പോ തരുമെന്ന് മുതലാളി പറഞ്ഞതല്ലേ? കാശ് കിട്ടിയില്ലേ 2 പഞ്ച് ഡയലോഗ് അടിക്കണമെന്ന് മുതലാളി പറഞ്ഞു. നീ ആ 2 ഡയലോഗ് പഞ്ചായത്ത് പറഞ്ഞിട്ട് പോകാൻ നോക്ക്. തൽക്കാലം ബിസിനസ് നടക്കട്ടെ, പഞ്ച് ഡയലോഗൊക്കെ ഞാൻ അടിച്ചോളാം. അവർ അച്ഛൻ എത്ര കോഴി വേണം? സൈസ് ഒത്തതൊരു 3 എടുത്തോ. വന്നവനെ സൈസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റാണ്. എന്ത് കറക്റ്റാണെന്ന് മിണ്ടി പോരുത്. ഞാൻ മിണ്ടിയില്ല അപ്പച്ചാ. അയ്യോ മുതലാളി, 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 മുതലാളി. എടാ, നമ്മുടെ ചൂണ്ടക്കാരൻ സോമൻ പലിശ 100 രൂപ കുറച്ച് ഞാൻ വിടുവാ. അവന്റെ കൊട്ടക്കായിട്ട് 2 പിലാപ്പി ഇങ്ങോട്ടെടുത്ത്. ഇതിലുണ്ടല്ലോ നല്ല കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് അരച്ച് പെരട്ടിട്ടുണ്ടല്ലോ, ഉപ്പിലിട്ട് മുക്കി പച്ച വെളിച്ചെണ്ണ വറുത്ത് എടുത്താണ്ടല്ലോ. ഇതിന്റെ പടം കണ്ടാ മതി ചോറുണ്ണാൻ. നിനക്കറിയോ? നന്നായി മുരിച്ച് വറുത്ത് അതിലൊരു ഫോട്ടോ എടുത്ത് കയ്യിൽ വെച്ചോ. ജയിലിൽ ഗോതമ്പുണ്ട കഴിക്കുമ്പോൾ ടച്ചിങ് സൈറ്റ് ഉപയോഗിക്കാം. എന്താണ്ടാ? മുതലാളി ഹൗസോ ഡെഡായി. അപ്പൊ എന്റെ കാശാ? അതും ഡെഡായി. അതല്ല പ്രശ്നം മുതലാളി, അയാൾ ആത്മഹത്യ ചെയ്തതാ. മുതലാളിക്ക് പണിയാവും. എനിക്കെന്ത് പണി? ഇന്നലെ കോഴിക്കടയിൽ തോക്കെടുത്ത് ലൂസിഫർ കളിച്ചപ്പോ അയാൾ ഒരു ലവ് ലെറ്റർ തന്നില്ലേ? ലവ് ലെറ്ററാ? ലവ് ലെറ്റർ അല്ല, ആത്മഹത്യാക്കുറിപ്പ്. അതിന്റെ ഒറിജിനൽ ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ടാവും. പോരാത്തതിന് കുബേരെ മുതലാളിക്ക് ജീവപര്യന്തം ഉറപ്പാ. മുങ്ങണം. ആണോ? അയ്യോ, കോളിംഗ് ബെല്ല്. നീ പോയി നോക്കേ. അത് മുതലാളിക്കുള്ള പോലീസാ. നീ പോയിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ. എവിടെ പോയിന്ന് ചോദിച്ചാല് പുറകടലിൽ പോയെന്ന് പറ. എപ്പ വരും ചോദിച്ചാ എന്ത് പറയൂ? ചോദിച്ച പോണ വഴിക്ക് നേരത്തെ മിക്കലും വിളിക്കുന്നു പറ. നീ അങ്ങോട്ട് കയറിച്ചല്ലേ? നിന്റെ പരിഞ്ഞപ്പറ്റി ഇവിടെ അല്ലേ? നീ പറയണ പോലെ അല്ല. ഇവന്മാരാ. എടാ, പരിഞ്ഞപ്പന്റെ വീടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇത്തിരി പ്രശ്നം. പുള്ളിക്ക് കാശായി കഴിഞ്ഞപ്പോ ഇത്തിരി തള്ളിപ്പ് കൂടുതലാണ്. പക്ഷെ ഞാനായിട്ട് പ്രശ്നമൊന്നുമില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പുറപ്പെടാം, വെച്ച് താമസിപ്പിക്കരുത്. കാശ് ഇട്ടിട്ട് ആദ്യം വന്നല്ലോ. അലക്സാണ്ടറിനില്ലേ പരിഞ്ഞപ്പല്ലേ? പുറംകടലിൽ പോയതാ. പുറംകടല്ലേ? ഉൾക്കടലിൽ അപ്പുറത്ത് 1 മാസം കഴിഞ്ഞിട്ടേ വരൂ. സുനാമി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് വരും. നമുക്ക് പോയാലോ? ഭാഗ്യം വിശ്വസിച്ചു. ടൂറ് പോളിയല്ലേ, എന്നെ എന്ത് ചെയ്യും? ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അസ്തമിച്ചില്ലേ? മുതലാളി, മുതലാളി ഇത്ര പെട്ടെന്ന് മുങ്ങിയോ? മുതലാളി എന്താ? അത് അവന്മാരാ. ആ നേപ്പാളിലെ പൊട്ടലപ്പം കാശ് വെച്ചെന്നില്ലേ, അവരാ. അവന്മാരായിരുന്നു ലോട്ടറി കേസ്. എന്താ മുതലാളി, പിടി കൊടുക്കാൻ തീരുമാനിച്ചോ? ഒറ്റപ്പെടം. അവന്മാരെ വെച്ചൊരു പണിയുണ്ട്. ബേബി, ബേബി, എന്താടാ ബേബി തുറന്നേടാ. പോ. അതല്ല, ഇതെനിക്ക് വേണ്ടി വിട്ടിയതല്ല. നീ നോക്കിയേ, ഇന്നലെ എന്താണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വെളുപ്പിനെ കിടക്കപ്പായി വന്ന് പൊക്കി. പരിഞ്ഞപ്പനെ നമുക്ക് ആവശ്യമുള്ള കാശ് തരാന്ന് പറഞ്ഞെന്ന്. പക്ഷെ പുള്ളിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്.
കണ്ടീഷൻ എന്ത് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, ആ കാശ് ഞാൻ തരാം, പക്ഷെ നിന്റെ കൂടെ ഞാനും വരും. ഏ ഈ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ അതാണ് നല്ലത്. സമ്മതിച്ചു. ഏ ഏ രണ്ടാമത്തെ കണ്ടീഷൻ, ആ ചെലവാകണ കാശിന്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും, എന്റെ ചെലവ് ഉൾപ്പെടെ. അതും സമ്മതിച്ചു. അല്ലടാ എടാ കൂടി വന്നാൽ 1-2 ലക്ഷം രൂപ ചെലവാകും. 4 ലക്ഷം തിരിച്ചു കൊടുക്കണം. 80 ലക്ഷം പോണക്കാട്ടി നല്ലല്ലേ? ആലോചിച്ച് സമയം കളയാനൊന്നുമില്ല. നീ ഉറപ്പിക്ക്. ഇയാള് പറയണ പറയടാ. ഞാൻ പറയണ നീയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ട് നീ സഹായിക്കാന്ന് വിചാരിച്ചപ്പാ നിനക്കൊക്കെ തള്ളിപ്പ്. എന്റെ പാട്ടി തരും കാശ്, ഞാൻ പോണാണ്. അല്ലല്ല ഞങ്ങൾ സമ്മതിച്ച് ചേട്ടാ എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ് തന്നേ. ഐശ്വര്യമായിട്ട് കൊടുക്ക്. എല്ലാം ഞാൻ പറ്റിലെഴുതും. എഴുതിക്കോ. എഴുതിക്കോ. ഇപ്പൊ തന്നെ 20,000 രൂപയില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കാൻ പോണ ഒരു കള്ളൻ. ശരി. അഡ്വാൻസ് ഇവിടെയും ചെലവൊക്കെ ഇല്ലേ? ഇതിട്ടാണോ തുടങ്ങണത്? എന്തായി മുരളി, അവന്മാര് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാണ്ട് ഞാൻ ആരാ മോൻ? പിന്നെ മുരളി, ആ ഇവര് പെട്ടെന്ന് ലോട്ടറി കൊണ്ടുവന്നാ അടുത്ത ഫ്ലൈറ്റിൽ കയറി മുരളി മുനമ്പത്തേക്ക് പോരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസോന്റെ കേസിൽ അകത്തും പോകും. ഇവരെ കയ്യിൽ നിന്ന് അധികം പലിശ വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് മുരളി മാക്സിമം ലാഗ് ചെയ്യിപ്പിക്കണം. ഓക്കെ ജാക്സൺ. മുതലാളി, ഹൗസോന്റെ ബോഡിയാ. ആരുടെ? നമുക്ക് ഇയാളെ അറിയേ ഇല്ലല്ലേടാ ജാക്സ. എന്തോരം കോഴിയുണ്ടായ മനുഷ്യനാണ്. ഒരു ചിക്കൻ കാല് പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പുള്ളിക്ക്. ഒന്ന് മുണ്ടാണ്ടിരിക്കടാ. അതെ ചേട്ടാ, അത് പൊക്കോട്ടെ. ചേട്ടാ ഒന്ന് വണ്ടി വിട്. ആ വണ്ടി എയർപോർട്ടിൽ എത്താൻ വൈകണ്ട. അത് ശരിയാണ്. എല്ലാ ട്രാവൽസ് മുഴുവൻ തലങ്ങും വിലങ്ങും വിളിച്ചിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. നീ ഫ്ലൈറ്റ് മിസ്സാക്കണ്ടേ? എടാ പീറ്ററെ, ആ എടാ ലോട്ടറി അവനെ അടിച്ചുകൊണ്ട് പോയാന്നുള്ളത് അലക്സാണ്ടർ ഏട്ടനോട് പറയണോ? എനിക്കെന്തോ പേടിയോലെ. നീ എന്ത് വർത്താനാണ് ഈ പറയണത്? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്ന് പടി ഒതുക്കി നിൽക്കുമ്പോഴേ ഈ വർത്താനം പറയണത്. അയാൾക്ക് ഭ്രാന്താവൂട്ടാ. നിനക്ക് ആ ലോട്ടറി കൊണ്ടുപോയി നേപ്പാളിനെ കണ്ടുപിടിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഏറ്റി. ഉറപ്പാണ്? ഏറ്റാ സൂക്ഷിച്ച് സോഫ്റ്റ് ആയിട്ട്. ജാക്സ, വണ്ടി വീട്ടിൽ കൊണ്ട് ഷെഡിൽ കൊണ്ടിട്ടേക്കണം. പിന്നെ അവിടെ വരെയുള്ള കിലോമീറ്റർ എത്രയാന്ന് വിളിച്ച് പറയണം. കണക്കിൽ എഴുതാനാ. അതുപോലെ ഞാൻ തിരിച്ചു വരുന്നവരെ വണ്ടിമേ തൊട്ട് പോരുത്. എവിടെയെങ്കിലും പോണെങ്കിൽ നടന്നു പോയാൽ മതി. സ്റ്റോപ്പ്. നിനക്കിരിക്കട്ടെ പൊന്നാടാ. താങ്ക് യു. എന്റെ മോന്ത കണ്ട നാട്ടുകാർ അപ്പം കടം ചോദിക്കും. അതാ തോർത്തിട്ടത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടടാ. വേറെന്ത് വിചാരിക്കാൻ?